ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് പലരുടെയും പലതായിരിക്കാം. ചിലവർ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരുമിച്ച് പോകുന്നവരായിരിക്കാം, ചിലവർ നോ കോണ്ടാക്റ്റിലായിരിക്കാം, ചിലവർ ലെസ് കോണ്ടാക്റ്റിൽ പോയവരും ഉണ്ടാകാം, അല്ലെങ്കിൽ തീർത്തും അകന്ന് രണ്ടും രണ്ട് വ്യക്തികളായി മാറി അങ്ങനെയുള്ളവരും ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയുള്ള സ്റ്റേറ്റസിലാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നതെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ കൂടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ, ഒരുമിച്ചുണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ വരുമോ എന്നൊക്കെയുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടുകളയുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാളെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരേ പാറ്റേണിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പ് ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം അത്രയും സ്നേഹത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നോക്കുമ്പോൾ അത്രയും ഒരു ഡൗൺ ഫോളിലേക്കും ഇത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലുള്ളൊരു പാറ്റേണിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യക്തി വളരെ പാവമാണ്. ചിലപ്പോൾ നിങ്ങളെക്കാളും പാവമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. ഞാനാണ് അവരെക്കാളും കുറച്ചും കൂടി ഒരു ബോൾഡായിട്ട് നിൽക്കുന്നത്, അവരൊരു കഥയില്ലാത്ത വ്യക്തി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ പോലും പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം. അത് മാത്രമല്ല ഈ റിലേഷൻഷിപ്പിന്റെ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, ഈ ഒരു പേഴ്സൺ നിങ്ങൾ കാണുന്നത് നമ്മളൊരു ടീച്ചർ സ്റ്റുഡൻറ് എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് ജീവിതത്തെക്കുറിച്ച് അത്രയധികം ഒരു സീരിയസ് ആയിട്ടൊന്നും കാണാതെ പോകുന്നത് പോലെ പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അത്രയും ഒരു റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഏറ്റെടുക്കാനായിട്ട് വലിയ താല്പര്യം ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കാം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെക്സ്റ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളായിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവര് പല സമയങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈഗോ ഒന്നും കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സത്യത്തിൽ നിങ്ങൾ തന്നെയാണത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്. ഇതിപ്പോ ഒരു മാരീഡ് ലൈഫ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാതെ അങ്ങനെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആലോചിച്ച് ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ ഒരു നോ പറയാൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹമോ കാര്യങ്ങളോ മാറ്റി വെക്കാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ വേറെ പല വ്യക്തികളും ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവരോടൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു നോ പറയാനായിട്ട് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം അത്രത്തോളം നിങ്ങളുടെ മൈൻഡിനകത്ത് കയറി പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പല കുറവുകളും ഉണ്ടാവാം. ചിലപ്പോൾ ചില സ്വഭാവത്തിൽ പോരായ്മകൾ ഉണ്ടാകാം. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ല. കാരണം നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ ഒരു റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആണ്. ഇവർക്ക് പകരമായിട്ട് വേറെ ആര് കയറി വന്നു അല്ലെങ്കിൽ ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള സ്വഭാവമുള്ള ഒരു പേഴ്സൺ കയറി വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അവരുമായിട്ട് ഒത്തുപോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവരുടെ ഒരു ഇന്നസെൻസ് നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ട് ഈ ഒരു വ്യക്തിയെയും ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനെയും നോക്കി കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പിരിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഒരു ഫുൾ ഫോക്കസ് എപ്പോഴും ഇതിനകത്താണ്. നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന ഫാമിലിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഫോക്കസ് ഈ ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫോക്കസ് ഉണ്ട്. അത്രത്തോളം നിങ്ങളൊരു അറ്റൻഷൻ കൊടുത്ത് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരികയാണ്. കാരണം നിങ്ങൾക്ക് ഇതൊരിക്കലും വിട്ടുകളയാനായിട്ട് സാധിക്കില്ല.
അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അതിനു മുൻപ് ഒന്നും നിങ്ങൾക്ക് അറിയാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ആലോചിച്ചൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഏത് റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കും, ഏതറ്റം വരെയും പോകാനും നിങ്ങൾ റെഡിയാണ്. അല്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു ധൈര്യവും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്രയും ഒരു ഗട്ട്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലും പിന്നിലും നോക്കാതെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണ്, അല്ലെങ്കിൽ ഏതറ്റം വരെ പോകാനായിട്ട് നിങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സുഖകരമായിട്ടുള്ള ഓർമ്മകൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സന്റെ സ്നേഹം അത്രത്തോളം ഒരു ഇന്റൻസിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെയധികം വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റേജസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് അവരെക്കാളും കൂടുതൽ ഇതിനകത്ത് ഇൻപുട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങളാണ്. കാരണം ഇതിന്റെ ആ ഒരു ലെവൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു പീക്കിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു സമയം ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. സോ അത് ഏത് വിധേനയും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ ഒരു കോട്ടവും തട്ടാതെ പോകാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഇങ്ങനെ പറയാറില്ലേ, നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി ഒരു കാര്യങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഇതൊരു വളരെയധികം ഓരോ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പീക്ക് ലെവലിൽ എത്തിക്കും. അപ്പോൾ അത് വീണ്ടും തകർന്നടിഞ്ഞ് ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെവലിലേക്ക് വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കിടപ്പുവശമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് നല്ല രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നേരെ തന്നെ ഇത് താഴേക്ക് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഗ്രാഫ് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊന്നും ആ ഒരു സെൻസിലേക്ക് നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതങ്ങനെ വരും എന്ന് നിങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിനകത്തുള്ള മറ്റു വ്യക്തികളുടെ ഒരു കടന്നുകയറ്റമാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും മറ്റാളുകളുടെ ഒരു കൈകടത്തൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസസ് കൂടി വരുമ്പോഴത്തേക്ക് സമാധാനത്തോടെ പോകേണ്ടിയിരുന്ന ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് താഴേക്ക് പോകും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ വിചാരിക്കും നല്ല രീതിയിൽ അത് പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു പ്രശ്നം അതിനകത്ത് വരും, വീണ്ടും പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്ക് അത് ഒത്തുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഈ അകൽച്ച ഉണ്ടാകുന്നതെങ്കിലും നിങ്ങളില്ലാത്ത ഒരു ലൈഫ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്കും വലിയൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർക്കും കുറിച്ച് ഒരു വിഷമകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള വിഷമങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള ഒരു കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പേരിൽ ഒരു സെപ്പറേഷനിൽ നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു റീജോയിനിങ്ങിലേക്ക് ആയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു റീജോയിനിങ്ങിലേക്ക് ആയിട്ട് പഴയതുപോലെ ആ ഒരു ടേംസിൽ, അതായത് ആ ഒരു ഇന്റിമസിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല, വീണ്ടും ഒന്ന് ഡൗൺഫോൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പും വിട്ട് മറ്റൊന്നിലേക്ക് പോകാനായിട്ട് യാതൊരു ഇതുമില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പും വിട്ട് മറ്റൊരു കളിയില്ല. എപ്പോഴും ഇതിന്റെ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകള്, ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അനാവശ്യമായിട്ട് ഒരു ടെൻഷൻ ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽത്തിനെ തന്നെ ചിലപ്പോൾ എഫക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് ഓവറായിട്ട് ഇൻവോൾവ് ആകുന്നു. നമുക്ക് എല്ലാ കാര്യത്തിനകത്തും ഒരു ഇൻവോൾവ്മെന്റ് വേണം തീർച്ചയായിട്ടും, നമ്മുടെ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മുടെ ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം വേണം. പക്ഷെ എല്ലാം ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക്
പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ അതായത് ആ ഒരു രീതിയിലാണ്. അത്രത്തോളം ഇതിനകത്ത് നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കിടയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഇത് എനിക്കൊന്ന് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഇതിനകത്ത് അഡിക്റ്റഡ് ആകാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് അതിന് കഴിയാറില്ല. നിങ്ങൾ അപ്പോൾ തന്നെ വീണ്ടും ഇതിനകത്തേക്ക് പൂത്തി വീഴുക എന്ന് പറയുന്ന പോലത്തുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഇതിനകത്ത് പോകും. അപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ചിന്തിച്ചു കൂട്ടാത്ത ടൈപ്പ് ഓഫ് എനർജിയാണ്. അതുപോലെ തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കൂടുതൽ പ്ലാനിങ് ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന പോലെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ പരിധിയിൽ നിർത്താനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും കാണുന്നത്. ഇനിയിപ്പോ ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൂടുതലും നിങ്ങൾക്ക് വിധേയരായി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസസ് കൊണ്ടാണ് ഇത് പലപ്പോഴും താഴെ പോകുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഒരു കളിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ വല്ലാതെ അങ്ങോട്ട് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതില്ലാതെ പറ്റില്ല, നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആകുന്നത് പോലെ ഇതില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ചിലപ്പോൾ അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ബന്ധത്തിലായാലും എവിടെയാണെന്നുണ്ടെങ്കിലും അതിനൊരു തിരിച്ചടി പോലെ നമുക്ക് തരാറുണ്ട്. അപ്പോ ഈ ബന്ധത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് വിഷമഘട്ടങ്ങളും അതുപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ വിട്ടുകളയാൻ പറ്റാത്ത ഒരു മനസ്സ്, അതാണ് നിങ്ങളെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇനി അതുപോലെ തന്നെ കുറച്ചെങ്കിലും നിങ്ങളൊരു മനോധൈര്യത്തോടു കൂടി ഒന്ന് പതിയെ പിൻവലിയാം, അല്ലെങ്കിൽ ഞാനായിട്ടൊന്ന് മാറി നിൽക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ മാക്സിമം ഒരു 24 hours ഒന്നും മിണ്ടാതിരുന്ന് നോക്കാം. അല്ലെങ്കിൽ മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു സഫോക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടുമായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി, ഇനി വഴക്ക് കൂടിയാലും വേണ്ടില്ല, ഒന്ന് സംസാരിച്ച് കിട്ടിയാൽ മതി എന്നൊക്കെയുള്ള ഒരു എനർജിയിലായിരിക്കും. പക്ഷെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ബലം പിടിച്ചൊക്കെ നിൽക്കുകയാണോ, കുറച്ചൊന്നും മിണ്ടാതെയൊക്കെ നിൽക്കാം, അല്ലെങ്കിൽ ഞാനായിട്ടൊന്ന് അത്രയും ഇതിനകത്ത് ഒരു എഫേർട്ട് എടുക്കാതെ ഒന്ന് മാറി നിൽക്കാം, അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ട് വീണ്ടും നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുകയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കർമ്മ റിലേറ്റഡ് റിലേഷൻഷിപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കർമ്മ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഇവരിൽ നിന്ന് അനുഭവിക്കാനും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങൾ കടന്നു വരാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണിത്. പക്ഷെ ഇതിന്റെ ഒരു രീതി അനുസരിച്ച് ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകില്ല. ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം, ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നവര് ശത്രുക്കളായിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഇതുമൂലം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ, ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം ഒരു എനർജി വേസ്റ്റ് ആക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച് ഇങ്ങനെയും ഒരു ലൈഫിൽ ഒരു മുഖമുണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ് ഉണ്ട്, ഇങ്ങനെ ഒരു പേഴ്സണെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവുക, എല്ലാം ഇതുമൂലം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് നമ്മളിത് ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്നുണ്ട്. അപ്പൊ ഈ ചില സമയത്ത് ഒരു എക്സ്ട്രീമിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകും, ചില സമയങ്ങളിൽ ഇത് ഒരു താഴ്ചയിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഒരു 24 hours മിണ്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ സഫോക്കേഷൻ അനുഭവിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്ന് രണ്ടുപേർക്കും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ പരസ്പരം അന്യരായിട്ട് ഇത്രയും സ്നേഹത്തോടെ ഇരുന്ന രണ്ട് വ്യക്തികൾ തീർത്തും അന്യ വ്യക്തികളെ പോലെ മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചിലവർക്ക് ആ ഒരു പീരീഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം, ചിലവർക്ക് അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു പീരീഡിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ചിലവർക്ക് അത് വരാൻ പോകുന്നതേ ഉള്ളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏത് ഫേസിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം
ഇത്രയും സ്നേഹത്തോടെ പോയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നിനും കൊടുക്കാത്ത ഒരു ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തീർത്തും ഒരു അന്യരായിട്ട് നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും, ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്ത് അതായത് ആ ഒരു പീരീഡിലും നിങ്ങൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അഡിഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറി നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, ഇതിലേക്കുള്ള ആ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആകാനായിട്ട്, ഒന്ന് ഹീൽ ആവാനായിട്ടൊക്കെ ഈ റിലേഷൻഷിപ്പിൽ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഒരു ടഫസ്റ്റ് പീരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാകും. ഇപ്പൊ നേരത്തെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ക്രോസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിന്റെ ഒരു തീവ്രത നിങ്ങളിൽ നിന്ന് പതിയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. പക്ഷെ നമ്മളിപ്പോൾ കറന്റ്ലി അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര ഒരു പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പെയിൻഫുൾ ജേർണി ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ബന്ധം ഇവിടം കൊണ്ട് തന്നെ അവസാനിച്ചു, ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് ഒരിക്കലും പോവില്ല, പഴയതുപോലെ ആവില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അത്രയും ഒരു മാനസിക സമ്മർദ്ദം ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും ശരിയാകുന്നില്ല, എല്ലാ കാര്യങ്ങളും ഒരു ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, ഒന്നും വിചാരിച്ചെടുത്ത് എത്തുന്നില്ല. പിന്നെ അത്രയും നിങ്ങളെ സ്നേഹിച്ച, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിന്ന ഒരു പേഴ്സണിൽ നിന്ന് ഒരു വ്യത്യസ്ത സ്വഭാവം ഉണ്ടാവുക, പെട്ടെന്ന് അവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഒരു കാലത്ത് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴുള്ള ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാ കോൺഫിഡൻസും നിങ്ങൾക്ക് പോയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ മുതൽ ഒരേ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബന്ധമാണ്. അതായത് ഇതിനകത്ത് ഇത്രയും നാളും, അല്ലെങ്കിൽ അതിപ്പോ നിങ്ങളുടെ ഒരു ടൈം പീരീഡ് അനുസരിച്ച് പലർക്കും പലതായിരിക്കും, എങ്കിൽ പോലും ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവുക ഈ റിലേഷൻഷിപ്പ്. നിങ്ങൾ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം സ്ട്രഗിൾ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി കൺട്രോൾ പോയിട്ട് താഴെ പോകുന്നൊരവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ആരുമല്ലാതെ അന്യരായിട്ട് രണ്ടു പേർക്കും പരസ്പരം പരിചയം പോലും ഇല്ലാത്ത രണ്ട് വ്യക്തികളായിട്ട് മാറിപ്പോകേണ്ടുന്ന ഒരു അവസ്ഥ. ഇതിനെല്ലാം ശേഷം നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഒത്തൊരുമയിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ, അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ നിന്ന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ എനർജി ഇടുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് വാശി പിടിക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ അതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് കൂടുതലും റെസനേറ്റ് ആകാൻ സാധ്യതയുള്ളത് ഈ ഒരു മിഡിൽ ഏജ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു 30+ അല്ലെങ്കിൽ 35+ അങ്ങനെയൊക്കെ ആവുന്ന ഒരു കാറ്റഗറിയിലുള്ളവരായിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും അതിനൊക്കെ മുകളിലേക്കുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കാണ് ഇതിനകത്ത് കൂടുതൽ ഒരു റെസനേറ്റ് ആകുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ചധികം നാളെ ഈ പറയുന്നത് പോലെ നിങ്ങളെ ഒന്ന് വട്ടം കറക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം വേറെ ഒരു തരത്തിലായിരിക്കാം, നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് വേറെ ഒരു തരത്തിലായിരിക്കും. എങ്കിലും രണ്ടുപേർക്കും പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് സ്നേഹവും വിഷമവും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതായത് ഈ ഒരു ബന്ധത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതിനൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് വരെ തോന്നുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും, ഇതൊരു സേഫ് സോണിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇടക്കാലത്തൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരിക, മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാവുക, തേർഡ് പാർട്ടീസ് വരിക, അങ്ങനെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതിന് തേർഡ് പാർട്ടീസിനെയൊക്കെ ബ്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ജേർണി പോലെയുള്ള പോലെയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഇതിനകത്ത് വേണം.
എങ്കിൽ മാത്രമേ ഇതിനെല്ലാം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അത്രയും തീവ്രമായിട്ട് വന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇന്നിടത്തുനിന്ന് അവരില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാറേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള ഒരു അൺവാണ്ടഡ് എനർജി നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു പീരീഡിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു പീരീഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സേഫ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയൊന്നും നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. പക്ഷെ ഒരിക്കലും നിങ്ങളെ തമ്മിൽ അകറ്റാനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇടയിലേക്ക് വരാൻ മറ്റൊരു വ്യക്തിയുടെ ഒരു കൈകടത്തലൊന്നും ഇതിനകത്ത് ഇല്ലാതെ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ പേഴ്സണെ മറ്റ് അവകാശികളില്ലാതെ നിങ്ങൾക്കായിട്ട് മാത്രം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോ ചിലരെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അവര് എത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആകുന്നു, എത്രത്തോളം പറിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ശല്യപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ച കാര്യങ്ങളെല്ലാം മാറിപ്പോകും എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പോ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഒരു ടിൽ ദി എൻഡ് എന്ന് പറയുന്ന പോലെ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സമാധാനത്തിന്റെ ഒരു കാലഘട്ടം, ഇത്രയും നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന രീതിയിൽ പോരുന്നതാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സമാധാനത്തിലേക്ക് ശാന്തതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനൊക്കെ ആകാതെ അല്ലെങ്കിൽ ഇത് തന്നെ ആലോചിച്ച് വിഷമിക്കാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ വിശ്വാസം വരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പോ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിങ്ങൾ മാറി നിൽക്കുകയാണ്, ഒരു കോണ്ടാക്റ്റും ഇല്ല, അല്ലെങ്കിൽ തീർത്തും ഒരു അന്യരെ പോലെയൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു അതിശയം തോന്നിപ്പോവും. ഇതുപോലെയുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ലൈഫ് ഈ ഒരു പേഴ്സൺ മൊത്തം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമോ, അല്ലെങ്കിൽ അത്രയും സന്തോഷം എൻ്റെ ലൈഫിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. റെസിനേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമന്റ് ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ട് മെറാക്കിൾസ് എന്നുള്ള ഒരു ക്ലൂ ആണ്. നമുക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ലോങ് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1989 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ എ നമുക്ക് കിട്ടുന്നു. 1980 എന്ന് പറയുന്നൊരു വർഷം. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 42, ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് കിട്ടുന്നത്. ലെറ്റർ എക്സ് നമുക്ക് കിട്ടുന്നു. ലെറ്റർ ഐ, 1984, നമ്പർ 23, ചൈൽഡിഷ്, സിംഗിങ്, ഫ്ലവേഴ്സ്, നമ്പർ 22, 1985, ഷോർട്ട് ടെമ്പർ, ടീച്ചർ, ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളറ്. നമ്പർ 33, 1983, നമ്പർ 56, നമ്പർ 9, ഫോട്ടോഗ്രാഫി, നമ്പർ 4, ലെറ്റർ എസ്, 2 days എന്ന് പറയുന്ന പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പേഷ്യൻസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമ്പർ 50. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.